നമുക്കിന്ന് IELTS-ൻ്റെ സ്പീക്കിംഗ് എന്ന് പറയുന്ന സെക്ഷനെ കുറിച്ചിട്ട് ഒരു ഓവർവ്യൂ നോക്കാം. ഇപ്പോൾ എക്സാം എന്ന് പറയുന്നത് എത്ര സമയമുണ്ട്? എക്സാം എന്ന് പറയുന്നത് നമുക്ക് 12 മിനിറ്റ് മുതൽ ഒരു 15 മിനിറ്റ് വരെ മാക്സിമം സ്പീക്കിങ്ങിൻ്റെ എക്സാം കാണത്തുള്ളൂ. അപ്പോൾ ഇതിനെ എത്ര പാർട്ടായിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? 3 പാർട്ടായിട്ടാണ് നമുക്ക് സ്പീക്കിങ്ങിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ആദ്യത്തെ പാർട്ടും മൂന്നാമത്തെ പാർട്ടും ഇൻ്റർവ്യൂ പോലെയാണ് IELTS സ്പീക്കിങ്ങിൽ നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ടിനെ കുറിച്ച് നോക്കാം. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ഒരു 4 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ 4 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ ഉണ്ടായിരിക്കുന്ന ടോപ്പിക്കിൽ അവർ ചോദിക്കുന്നത് ബേസിക് ആയിട്ടുള്ള നിങ്ങളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതിനുശേഷം എന്താണ്, നമുക്ക് പാർട്ട് 2 ആണ്. പാർട്ട് 2 ആണ് എല്ലാവർക്കും പാട് എന്ന് പറയുന്ന കാര്യം. എന്തുകൊണ്ടാണ്? നമുക്ക് 2 മിനിറ്റ് നേരം സംസാരിക്കണം. നമ്മളടുത്ത് ഇൻവിജിലേറ്റർ, എക്സാമിനർ ഒന്നും ചോദിക്കില്ല. നമ്മളടുത്ത് സംസാരിക്കാനാണ് പറയുന്നത്. നമ്മൾ 2 മിനിറ്റ് നേരം സംസാരിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ അത് മാർക്കിനെ ബാധിക്കും. ടാസ്ക് അച്ചീവ് ചെയ്തിട്ടില്ല എന്നുള്ള സിറ്റുവേഷൻ വരും. മൂന്നാമത്തെ പാർട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂ പോലെയാണ്. ഇതിൽ വരുന്ന കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ പാർട്ടിൽ എന്താണോ അതിനെ ബേസ് ചെയ്ത് കുറച്ചും കൂടെ ഒരു കൺട്രി ലെവൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്, ഒരു ഡിസ്കഷൻ ആയിരിക്കും സംഭവിക്കുന്നത്.